ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ശംഖുപുഷ്പം. മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ വളർത്തുന്നതും ചിലപ്പോൾ വഴിയോരത്ത് വരെ കാണപ്പെടുന്നതാണ് ശംഖുപുഷ്പം. ഇതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ക്രീം പലരും ഉപയോഗിക്കുന്നതാണ്, പലർക്കും അറിയാവുന്നതുമാണ്. എന്നാലും ഞാനിതിൽ 1-2 ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് നല്ലൊരു സ്കിന്നിന് കൊളാജൻ ബൂസ്റ്ററായിട്ടുള്ള ഒരു ക്രീമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശംഖുപുഷ്പം വെള്ള കളറിലും കാണാറുണ്ട്, പക്ഷെ അതിനെക്കാട്ടി നമുക്ക് ഈ ക്രീം ഉണ്ടാക്കിയെടുക്കുന്നതിനും അതുപോലെ ഗുണത്തിൽ ഏറെ നല്ലത് ഈ നീല കളറിലുള്ള ശംഖുപുഷ്പം ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഞാനിവിടെ ഒരു 10-20 പൂവിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണമെന്ന് വെച്ചാൽ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് ഒക്കെ എടുത്താൽ ഇതിൻ്റെ കളറെല്ലാം വെള്ളത്തിൽ പോകും. പക്ഷെ നമുക്ക് ആ കളറോട് കൂടി തന്നെയാണ് വേണ്ടുന്നത്. പക്ഷേ പൂവല്ലേ, അതിനകത്ത് എന്തെങ്കിലും കീടകളോ എന്തെങ്കിലും പൊടി ഒക്കെ കാണും. അതുകൊണ്ട് ഒരല്പം വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ അതിനെ ഒന്ന് കഴുകിയെടുക്കാം. അന്നേരം അതിൻ്റെ ആ മുകൾ ഭാഗം ഒന്ന് മാറ്റി നമുക്ക് ആ പൂ മാത്രമാണ് വേണ്ടുന്നത്. അതിൻ്റെ ആ പച്ച പോലിരിക്കുന്ന ആ പച്ച ഭാഗം ചെവിട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആൻറ്റി ഗ്ലൈക്കേഷൻ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ശംഖുപുഷ്പം മുടിക്കും അതുപോലെ ചർമ്മത്തിനും ഒരുപോലെ നല്ലതാണ്. അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനും ഇത് വളരെ നല്ലതാണ്. കൊളാജൻ ലെവൽ കൂട്ടുന്നതിനും മുഖത്ത് അതുപോലെ ചർമ്മത്തിലെല്ലാം ചുളിവുകൾ മാറ്റിയെടുക്കുന്നതിനും ഇത് വളരെ നല്ലതാണ്. ചർമ്മം മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിനും ഈ ഉണ്ടാക്കിയെടുക്കുന്ന ക്രീം ഡെയിലി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിനോടൊപ്പം മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. പൂവിനോടൊപ്പം നമ്മൾ അരച്ചു കൊടുക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ബദാം അഥവാ ആൽമണ്ട്. ഒരു 10 ബദാം ഞാൻ തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലേക്ക് കുതിർക്കാനായിട്ടിട്ടുണ്ട്. നന്നായിട്ട് കുതിർത്തെടുത്ത ബദാം മാത്രമേ അരഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പോൾ കുതിർത്തെടുത്ത ബദാമിനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതുപോലെ തോലെല്ലാം മാറ്റിയെടുക്കാം. തോലെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഈ പൂവിനോടൊപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അരയാൻ ആവശ്യമായിട്ടുള്ള റോസ് വാട്ടറാണ് നമ്മൾ ചേർക്കുന്നത്. ഒരുപാടൊന്നും ഒഴിക്കേണ്ട. ഇത് മിക്സിയുടെ ജാറിലൊന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള റോസ് വാട്ടർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ബദാമിനകത്തും ഒരല്പം വെള്ളം ഉണ്ടല്ലോ, കുതിർത്ത ബദാമല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടിക്കോളും. ഈ ഒരു രീതിയിലാണ് നമുക്ക് അരഞ്ഞ് കിട്ടുന്നത്. ഇനി ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക്, നല്ല ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ജ്യൂസ് നമ്മൾ അരിപ്പയിലൂടെ ഒരു തുണിയിലൂടെയോ മറ്റോ ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലൊക്കെ കുറച്ച് പറ്റിയിരിക്കുന്നതിന് നമുക്ക് റോസ് വാട്ടർ ഉപയോഗിച്ച് ഒന്ന് കഴുകി അതും കൂടി ഒന്നൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് ഇതുപോലെ അതിൻ്റെ ജ്യൂസ് മൊത്തത്തിൽ മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ ശംഖുപുഷ്പം പൊടിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ ഒരു മണിക്കൂറോളം ഇട്ട് വയ്ക്കുമ്പം ആ പൂവിൻ്റെ കളറെല്ലാം ആ വെള്ളത്തിലേക്ക് വന്ന് കിട്ടും. കളറും അതിനോടൊപ്പം അതിൻ്റെ ഗുണവും. ആ വെള്ളത്തിലേക്ക് തേനും അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു ഫേസ് പാക്കായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ എടുത്ത് അരിച്ച് മാറ്റിയിട്ടുള്ളതിനെയും അതാണ് ഞാൻ കാണിച്ചത്, അതിനെയും എടുത്ത് കളയേണ്ടുന്ന ആവശ്യമില്ല. അതിനെ നമുക്ക് മുഖത്ത് നല്ലൊരു സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ അരിച്ച് മാറ്റിയെടുത്തിട്ടുള്ളതിനകത്തിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 നമ്മുടെ വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചെടുത്താണ്. അതിനുശേഷം ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ അളവിലുള്ള ഗ്ലിസറിനാണ്. ഇത്രയും കൂടി ചേർത്തിട്ട് പിന്നെ വേണ്ടുന്നത് ഏത് കമ്പനിയുടെ ആയാലും മതി, അലോവേര ജെല്ലാണ്. പ്രത്യേകിച്ച് കളറോ മണമോ ഒന്നുമില്ലാത്ത നല്ലൊരു ജെല്ലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലൊരു പ്രോസസ്സാണ്. കൈവിടാതെ തന്നെ നന്നായിട്ട്, ഇനിയിപ്പം ബ്ലെൻഡറോ മറ്റോ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോളം ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായി കിട്ടും. കാരണം നമ്മളിതിൽ ചേർത്തിട്ടുള്ള അലോവേര ജെല്ല്, വിറ്റാമിൻ ഇ ഒക്കെ ഒന്ന് മിക്സ്, പിന്നെ ബദാമിൻ്റെ ജ്യൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് മിക്സായി കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. പക്ഷെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്കിതിനെ ആയി കിട്ടും.
ഇങ്ങനെ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ നമുക്കിതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രമാണ് വേണ്ടുന്നത്. ഗ്ലാസിൻ്റെ കണ്ടെയ്നർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഗ്ലാസിൻ്റെ കണ്ടെയ്നർ ആണെങ്കിൽ കുറേ കൂടെ നല്ലത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ്, പക്ഷേ അടപ്പുള്ളതായിരിക്കണം. ഇതിനെ ഇതുപോലെ മാറ്റിയിട്ട് അതിനുശേഷം ഇതിനെ പുറത്ത് സൂക്ഷിക്കരുത്, ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടുന്നത്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ഡെയിലി 2 നേരം ഈ ഒരു ക്രീം മുഖത്ത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് അങ്ങനെ വിട്ടേക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് ശേഷം കഴുകി കളയാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടായാലും ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യുന്നതാണ്. നൈറ്റിലും അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്ത് കഴുകി കളഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, അതുപോലെ ഉണങ്ങാൻ അനുവദിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അടച്ചാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച്, വിരലുകൾ ഇടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ സ്പൂണിൽ നിന്ന് കോരി എടുത്ത് വേണം നമ്മൾ ഉപയോഗിക്കാൻ. വിരലുകൾ ഇടുമ്പോൾ പെട്ടെന്ന് അത് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന സ്കിന്നിൻ്റെ ചുളിവുകളെല്ലാം മാറാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.